പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു പീക്ക് മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു ഹെററ്റിക്. ഈ പടം ഇപ്പോൾ ഡിജിറ്റലി റിലീസ് ആയിട്ടുണ്ട്. A24 റീസെന്റ് പ്രൊഡക്ഷനിൽ ഇറങ്ങിയ ഒരു പടം കൂടിയാണ്. ആൻഡ് A24 നമുക്കറിയാം, അവരുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്ന പടങ്ങളൊക്കെ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും ഓഫർ ചെയ്യുക. ആൻഡ് ഈ ഒരു പടം തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു, സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ വിചാരിച്ചു ഇതൊരു ഹൊറർ മൂവി എന്നുള്ള ഒരു ജോണറിൽ വരുന്ന പടമായിരിക്കുന്നു. പക്ഷെ ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് അത്രത്തോളം നല്ല കിടിലനായിട്ട് ഓഫർ ചെയ്യാനായിട്ട് ഈ പടത്തിന് പറ്റി. ആൻഡ് എസ്പെഷ്യലി ഹ്യൂ ഗ്രാൻഡിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് ഈ സിനിമയിൽ. പടത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ക്യാരക്ടർ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ അത്രത്തോളം റെലവെന്റ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിനെ, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ആ ഒരു ടോപ്പിക്കിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. അത് അത്രത്തോളം ഒരു പീക്ക് ഫോമിൽ തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു പെർഫോമൻസ് ആൻഡ് ആ ഒരു സ്റ്റോറി ഡെവലപ്മെന്റിലൂടെ തന്നെ. ആകെ മൂന്ന് ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുള്ളൂ. ആ 3 ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ എന്താണോ പറയാൻ ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഒരു മൊത്തം, ആ ഒരു 100% ആ കാര്യം പടം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു. ആൻഡ് ഈ സിനിമയെ കുറിച്ചിട്ട് ഒരു ട്രെയിലർ കാണോ, റിവ്യൂ കാണോ, അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ഒരു ടീസർ ഒന്നും നോക്കാതെയാണ് ഈ പടം ഞാൻ കണ്ടത്. ആൻഡ് അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പക്ക മൂവി എക്സ്പീരിയൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ പടം തന്നു എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ചില സിനിമകളിൽ നമ്മൾ ഒരു പ്ലാനും ഇല്ലാണ്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മളിപ്പോൾ ഒരു വാച്ച് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന ഒരു മൂവി നമുക്ക് ഒരു പ്ലാനും ഉണ്ടാവില്ല കാണാനായിട്ട്. പക്ഷെ അത് നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സെലക്ട് ചെയ്തൊരു മൂവിക്ക് ഇത്രത്തോളം ഒരു പീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രത്തോളം മൂവികൾ നമ്മൾ ഇങ്ങനെ അറിയാത്തത് ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരും അധികം ഡിസ്കസ് ചെയ്യാത്ത ആയിട്ടുള്ള എത്രയോ മൂവീസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് ഹെററ്റിക്. അതായത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില വിശ്വാസങ്ങൾ നമുക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരാൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാവില്ല മറ്റൊരാൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോരുത്തർ ഹോൾഡ് ചെയ്യുന്ന ഒരു വാല്യൂസ് ഉണ്ടാവും. പക്ഷെ ആ ഒരു വാല്യൂസിനെ ചോദ്യം ചെയ്യുന്ന ഒരു മൊമെന്റ് വന്നാൽ എന്താണ് ഉണ്ടാവുക, അതും നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിൽ വെച്ച്, അതിന്റെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പടം ഓഫർ ചെയ്യുന്നത്. ഒരു കിടിലൻ ത്രില്ലർ കാണാൻ നിങ്ങൾ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നേരെ പോയി കാണുക. ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു 100% മൂവി എക്സ്പീരിയൻസ്. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. ആൻഡ് പടം കാണാൻ പ്ലാൻ ഉള്ളവർ, അല്ലെങ്കിൽ പടം ഇതുവരെ കുറിച്ചിട്ട് ഈ പടത്തെ കുറിച്ച് കേൾക്കാത്തവരുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ പടത്തെ കുറിച്ചിട്ട് അങ്ങനെ ഓക്കെ ഇത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാം എന്നുള്ളവരുണ്ടെങ്കിലും, ജസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കണ്ടു നോക്കുക. ഇതിന്റെ ടീസർ കാണാതെയും ട്രെയിലർ കാണാതെയും ഈ സിനിമയെ കുറിച്ചുള്ള സിനോപ്സിസ് പോലും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് കണ്ടു നോക്കുക. ഒരു പീക്ക് മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ പടം കാണുകയാണെങ്കിൽ അതിന്റെ ഒരു പീക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഈ പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.